ആ റോഡിൻ്റെ അവസ്ഥ നേരിട്ട് കണ്ടോളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. ഏകദേശം മണ്ണുംകുളം ഭാഗം വരെയുള്ള റോഡാണ് നവീകരിക്കേണ്ടത്. അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഭാഗം നല്ല രീതിയിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നറിയിക്കുകയാണ്. ആ റോഡിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റോഡിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വണ്ടിയായിട്ട് പോകാൻ പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. റോഡിൻ്റെ ഇരുവശവും കെട്ടി ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ റോഡ് പണിയേണ്ടത്. എങ്കിലും ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ഈ റോഡ് വഴി പോവുക എന്നുള്ളത് ദുഷ്കരമായൊരു പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായിട്ടും അധികാരികൾ ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. ഇതിന് വേണ്ട കാര്യങ്ങൾ, ടാക്സ് കാര്യങ്ങൾ എല്ലാം തന്നെ ഗവൺമെൻറ് മുറക്കി ഓരോ ആളുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നാടിൻ്റെ ഉന്നതിയിൽ തീർച്ചയായും ജോയിൻ ചെയ്തേ പറ്റൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. യാത്ര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ പൈപ്പ് ലൈനിൻ്റെ കീറിയതിൻ്റെ ശേഷം നമ്മൾ പ്രത്യേകിച്ച് ഈ വലിയൊരു കയറ്റായതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു സുഖമില്ലാത്ത ആളൊക്കെ ഉണ്ടാവാൻ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളതിനു വേണ്ടി മെമ്പറുടെ അടുത്തൊക്കെ ഒരുപാട് ഇതാക്കിയ മെമ്പർ പറയണത് വെച്ചാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ അത് കിട്ടണില്ല എന്നുള്ളതാണ് പറയണത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ വലിയ ബുദ്ധിമുട്ടായി നിൽക്കണത്. ഈ റോഡ് മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച് നമ്മുടെ റോഡിന് മറ്റുള്ള വാർഡുകളൊക്കെ കുറച്ചൊക്കെ ഭേദമുണ്ട്. നമ്മളെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് കിടക്കുന്നത്. എല്ലാ റോഡുകളും, ഒരു റോഡെന്നല്ല, നമ്മുടെ റോഡും ഉണ്ട്, അതുപോലെ എല്ലാ റോഡുകളും നമ്മുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ മോശം തന്നെയാണ്. റോഡുകൾ തമ്മിൽ കൂട്ടിമുട്ടാത്തതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഇതുണ്ട്, ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എല്ലാം ഈ ഭാഗത്ത് നിന്ന് നിൽക്കേണ്ട, അങ്ങേ ഭാഗം വന്ന് നിൽക്കേണ്ട. നമ്മളെ പത്തായക്കൊണ്ടുള്ള ആ റോഡ് തന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഒരു 10 മീറ്ററേ ഉള്ളൂ ഇപ്പോൾ അത് മുട്ടാനുള്ളത്. ആ 10 മീറ്ററും കൂടെ ഒന്ന് മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര വലിയ സൗകര്യമാവും. അതൊക്കെ അവിടെ വെള്ളം വന്നിട്ടൊക്കെ നാശമായി കിടക്കുകയാണ്. അതിലും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് വളരെ മോശം തന്നെയാണ്. വെള്ളത്തിൻ്റെ പൈക്ക് ഇത് കയറലും എല്ലാം കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ നന്നാക്കിയിട്ടില്ല. യാത്ര ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഓട്ടോ വിളിച്ചാൽ വരുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ പോകാൻ. തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം തന്നെയാണ്. വലിയ പ്രശ്നം തന്നെയാണ്. നാട്ടിലുള്ള ഓട്ടോറിക്ഷക്കാരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നാട്ടുകാരെ വിളിച്ചിട്ട് വരാത്ത പ്രശ്നം തന്നെ. എല്ലാവർക്കും അറിയുന്ന റോഡായതുകൊണ്ട് വിളിച്ചിട്ട് വരില്ല. കുറേ കുണ്ടും കുഴികൾ കുറച്ച് വലുതൊക്കെ ആയത് കാരണം വലിയ കുഴികളുമാണ്. ഒരു വ്യക്തി സ്വന്തം തീർക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല അത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് വേണം അല്ലേ? അത് തൂർത്ത് ക്ലിയർ ആക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് ആ റോഡ് പൈപ്പ് ലൈനിന് കുഴിക്കുന്നതോടുകൂടി അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് തരണമെന്നാണ് കോൺട്രാക്ടറുള്ളത്. പുതിയ റോഡുകളും കൊത്തിപ്പൊളിച്ചത്, അല്ലെങ്കിൽ നമ്മളെ റോഡുകളൊന്നും ഇപ്പോൾ അത്രയും മോശമാവില്ല. അത്രയും നല്ല റോഡുകൾ ധാർവർക്ക് ഇത് 6 മാസം ഒക്കെ റോഡാണ്. ഈ റോഡ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഇതെല്ലാം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തീർച്ചയായും പ്രത്യേകിച്ച് നമ്മുടെ ഈ വാർഡിൻ്റെ വളരെ മോശം, വളരെ മോശം. ഒരു വഴിക്കും പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അപ്പോൾ അതിന് പരിഹാരം കാണൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത്രയും എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ പ്രസ് ചെയ്തേ പറ്റൂ. തീർച്ചയായിട്ടും പ്രതികരിച്ചത് നന്ദി. താങ്ക് യു പറയട്ടെ. മഴ പെയ്ത് ഇട്ട മണ്ണ് കംപ്ലീറ്റ് പോയി നീർച്ചാലുകളായി കിടക്കുകയാണ്. 14 മൈലിക്ക് മണ്ണുംകുളം വഴിയുള്ള ഒരു റോഡ് ഉണ്ടായിരുന്നു. അതും ഇതേമാതിരി സെയിം. ഒരു ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, അതേ സ്റ്റേജിലാണ് ഉള്ളത്. ഇവിടെ ചെറുത്തുപുറയി അന്ന് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെങ്കിൽ അത് മുഴുവനാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അധികം വണ്ടി പോകാത്ത അവസ്ഥയാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളിപ്പോൾ ചെറുക്കണ്ടി ഭാഗത്തുള്ള ഒരു സംഘത്തിൻ്റെ കൂടെ തന്നെയാണുള്ളത്. എല്ലാവരും ഉണ്ട്. ഞായറാഴ്ചയാണ്. എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. നമ്മുടെ 2ാം വാർഡിലെ റോഡിനെ കുറിച്ച് നമ്മുടെ ഈ മെമ്പേഴ്സ്, ഈ ഗ്രൂപ്പിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ നമ്മൾ ഷൈജുവിൻ്റെ അടുത്ത് തുടങ്ങാം. ഓക്കെ, അനീഷിൻ്റെ അടുത്ത് സ്റ്റാർട്ട്. അനീഷിന് എന്താ പറയാനുള്ളത്? എടക്കാട് അനീഷാണ്. പറയൂ അനീഷ്, എന്താ പറയാനുള്ളത്? റോഡ് ഇപ്പോൾ ഞങ്ങൾ അതിലൂടെയൊക്കെ പോകുന്നത് വളരെ മോശമാണ്.
കാരണം ഒരു ബൈക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള റോഡാണ്. ബുദ്ധിമുട്ടാണ്. ഒരു കാറായാലും ഇനി ഒരു ഹോസ്പിറ്റൽ കേസായാലും നമുക്ക് വണ്ടിയായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതെ തീർച്ചയായിട്ടും. ഷൈജു ബിപിക്ക് എന്താ പറയാനുള്ളത്? റോഡുകളൊക്കെ മോശം തന്നെയാണെന്ന് പറയാനുള്ളത്. ഓക്കെ, ചെനക്കണ്ടി ഷൈജു, എനിക്ക് തന്നെ പറയാനുള്ളത് ഹെവി ഡ്രൈവറായിട്ടുള്ള ഷൈജു സ്ഥിരമായിട്ട് രാത്രിയും പകലും നല്ല രീതിയിൽ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. അല്ല, ലേശം ബുദ്ധിമുട്ട് തന്നെയാണ് റോഡ്, അത്രേ പറയാനുള്ളൂ. ഓക്കെ, രാജീവൻ പറയും. എനിക്ക് പറയാനുള്ളത് റോഡിൻ്റെ അവസ്ഥ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. വാഹനം തള്ളിക്കൊണ്ട് പോകാൻ പോലും, ഞാനിപ്പോൾ സൈക്കിളിലാണ്, സൈക്കിള് തള്ളിക്കൊണ്ട് പോകാൻ പോലും പറ്റാത്തത്രയും റോഡിൻ്റെ സ്ഥിതി ഭീകരമെന്ന് മാത്രമേ പറയാനൂ. ഒരാൾ എമർജൻസിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരവില്ല. പല ആളുകളുടെയും സംഭാഷണത്തിൽ റോഡുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു 10 മീറ്റർ ദൂരം റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 10 മീറ്റർ ഗ്യാപ്പ് കോൺക്രീറ്റ് ചെയ്താൽ പോലും 2 റോഡുകൾ തമ്മിൽ, അതായത് ചെറുതുപുറായി 14 മൈൽ റോഡ് തമ്മിലുള്ള ആ ലിങ്ക് സാധ്യമാകും. ഇതിന് അധികാരികൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അതിന് മാത്രമുള്ള ഒരു സംഖ്യ മാറ്റി വെക്കേണ്ടി വരേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി എൻജിനീയറിംഗ് കാഴ്ചപ്പാടിൽ എത്രയാണോ മാറ്റി വെക്കേണ്ടത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടാകാം. ഇതുവഴി ഒരു കാറോ ഒരു ജീപ്പോ ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു ലോറിയോ പോകാനുള്ള ഒരു അവസ്ഥയും തന്നെ ഇല്ല. ബൈക്കിന് പോലും ഈ ഒരു റോഡിലൂടെ പോകാൻ ബുദ്ധിമുട്ടാവും. മഴയ്ക്ക് മുമ്പേ മണ്ണെല്ലാം ഇട്ട് നികത്തി നല്ല രീതിയിലാക്കിയിരുന്നു. ഇനി അധികാരികളാണ് ഇവർ മറുപടി പറയേണ്ടത്. ഒന്നല്ല, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ വരുന്ന വഴിക്കുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താ വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ഒരു കുട്ടിക്ക് വീട്ടിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സമയം തെറ്റിയ നേരത്ത് നമുക്കൊരു രാത്രിയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു ഓട്ടോറിക്ഷൻ്റെ ആവശ്യം വരുമ്പോൾ പോലും അവരും പോലും ഇവിടേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിലുള്ള റോഡിൻ്റെ അവസ്ഥയാണ്. തീർച്ചയായിട്ടും അത് മാറും. ഇവിടെ അടുത്ത് തന്നെ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് ഭാഗമായിട്ടാണ് ഇപ്പോൾ 8 മീറ്റർ എന്താ പറയുക റോഡിന് വിട്ടു വന്നിട്ടുള്ള ഈ പരിപാടികൾ നടത്തിയത്. പക്ഷേ അതിൻ്റെ ശേഷമുള്ള ഇതെന്ന് പറഞ്ഞാൽ പറ്റ അബദ്ധമാണ് റോഡിൻ്റെ സ്ഥിതിഗതികൾ. അത് ഇനിയിപ്പോൾ ഈ 8 മീറ്റർ കഴിഞ്ഞിട്ടുള്ള റോഡിൻ്റെ അവസ്ഥ ഡെവലപ്മെൻറ്റ് ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ശരിക്ക് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ കേരളത്തിൽ കണ്ടുവരുന്ന മാതിരിയുള്ള ആദ്യ റോഡുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ ശേഷമുള്ള രീതിയൊന്നും അല്ലാതെ വെൽ പ്ലാൻഡോട് കൂടിയിട്ടില്ല. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, അതൊരു പിന്നെ വാട്ടർ ഇതിൻ്റെ അതോറിറ്റിയുടെ അത് പമ്പ് പോലുള്ള അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഇത് ടാർഗറ്റ് അതെ അതെ ഏറ്റവും ഡെവലപ്പായിട്ട് പിന്നെ അത് റോഡ് റെഡിയായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെറുക ചിന്ത വെട്ടിപ്പൊളിക്കുക അങ്ങനത്തെ അവസ്ഥകൾ ഇല്ലാതെ ആദ്യം പ്ലാൻഡ് ആയിട്ട് എന്തൊക്കെ പോകണം, ഏതൊക്കെ റൂട്ടിലൂടെ അത് എന്തൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള റോഡ് റെഡി ആവുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു കാര്യമാണ്. നല്ലൊരു സജഷനാണ് താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ഈ കാര്യത്തിലും കൂടി ശ്രദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നടത്തുന്നു. നന്ദി, നമസ്കാരം. റോഡിൻ്റെ ഓരോ സ്ഥലത്തെയും അവസ്ഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുഴിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ തീർച്ചയായും നാടൻ ഭാഷയിൽ പറഞ്ഞ പുറം പൊളിയും. മഴയെ നമുക്ക് പഴിക്കാമെങ്കിലും നമ്മുടെ റോഡുകളുടെ അവസ്ഥ അതിഭീകരമാണ്. ഒരു കിടങ്ങാണ് ഈ കാണുന്നത്. രാത്രിയിൽ വെള്ളം
നിൽക്കുന്ന സമയത്ത് ഇതുവഴി ഒരു വാഹനം എമർജൻസിയിൽ പോവേണ്ടി വന്നു. വല്ല ഹോസ്പിറ്റൽ കേസ് അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഞാനും ഈ ഒരു വാർഡിലെ മെമ്പർ എന്ന സ്ഥിതിക്ക് പലപ്പോഴും നമ്മൾ വാർഡ് മെമ്പറായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മളതിനെ ഓവർകം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം? ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരോട്. ഇപ്പോൾ അവർ പറയുമ്പോൾ അടുത്തതിൽ നന്നാക്കും, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നന്നാക്കിയൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ബിജിത മാമിൻ്റെ അടുത്ത് നമ്മൾ ഈ കാര്യം ഉന്നയിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഭരിക്കുന്നത് ഇപ്പോൾ വാർഡ് തലത്തിൽ വേറൊരു പാർട്ടിയാണ്. അപ്പോൾ അവർ വേറൊരു പാർട്ടിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ അത് കാരണം അവരുടേതായ കാര്യങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വില്ലേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അതിന് നിങ്ങൾ എന്താണ്, അതായത് അതിനെ ആ ഒരു പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു വാർഡ് മെമ്പർ ആവുന്ന സമയത്ത് അവരുടേതായ വാർഡിലുള്ള റോഡുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവരോട് ഇപ്പം 2-3 കുറേ ഇപ്പം ഞാൻ കാണുന്ന വർഷം മുതൽ പറയുന്നുണ്ട്. അപ്പം ഒന്നും ഒക്കെ റെഡിയാവും, അടുത്തതിൽ റെഡിയാവും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഈ റോഡിൻ്റെ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് പ്രതികരിച്ചതിന് ഓക്കെ, താങ്ക് യു. ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കുഴി തന്നെ ഇട്ട ആളെ മൂടി അതിന് മുകളിൽ മണ്ണിട്ടാൽ മതിയായിരിക്കും. അത്രയും വലിയ കിടങ്ങുകളാണുള്ളത്.